ഹായ് ഓൾ. നമ്മൾ ഇന്ന് കേരള പി എസ് സിയുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് വേണ്ടിയുള്ള ഏണസ്റ്റ് അക്കാഡമിയുടെ ഫസ്റ്റ് ക്ലാസ്സിലോട്ടാണ് നിങ്ങളെല്ലാം ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക്സ് നമ്മൾ ഓൾറെഡി ബിടെക്കില് സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്. ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ഫോളോ ചെയ്യേണ്ട സബ്ജക്റ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട്. കാരണം എല്ലാ സബ്ജക്റ്റിന്റെയും ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, നമ്മുടെ പി എസ് സി എക്സാമിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട്. ദെൻ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്, ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക്കിലെ ഫസ്റ്റ് ടോപ്പിക്കായ കുളംസ് ലോയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ, അത് എങ്ങനെയാണ്, എന്താണല്ലോ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നൊക്കെ കാര്യങ്ങൾ, ദെൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. First of all, we are moving on to electromagnetics in KPSC. കേരള പി എസ് സിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ ഒരു സ്ലൈഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ലാസ്റ്റ് 2016 അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിൽ, കേരള പി എസ് സിയുടെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിൽ 6 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ലാസ്റ്റ് പി എസ് സി എക്സാമിന് ഇലക്ട്രോമാഗ്നറ്റിക്സിൽ നിന്ന് മാത്രം ചോദിച്ചത്. അത് എന്ന് പറയുന്നത് ഡയറക്ട്ലി തിയറട്ടിക്കൽ, അല്ലെങ്കിൽ ഈ ഔട്ട് ഓഫ് 6 ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് 5 ക്വസ്റ്റ്യൻസോളം തിയറട്ടിക്കൽ ആയിരുന്നു. വരുന്ന പ്രോബ്ലമാറ്റിക് ആണെങ്കിലും സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. സോ ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് APക്ക് 6 മാർക്സ്, എയുടെ എക്സാംസിന് 3 മാർക്സ് ഉണ്ടായിരുന്നു, ഹാർബർ എഞ്ചിനീയറിംഗിന്, KCBക്ക് 5 മാർക്സ്, ഇൻസ്പെക്ടറേറ്റിന് 2 മാർക്കിനാണ് ചോദിച്ചത്, ദെൻ പോളി ലെക്ചറിനും 6 മാർക്ക്. സോ APക്കും പോളി ലെക്ചറിനും 6 മാർക്സ് ആണ് ചോദിച്ചത്, ദെൻ സബ് എഞ്ചിനീയറിന് 3 മാർക്സ്. 2003 സബ് എഞ്ചിനീയർ 3 മാർക്സ്. ഇത്രത്തോളം പെർസെൻറ്റേജ് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക്സ്. ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു സബ്ജക്റ്റ് തന്നെ നമുക്ക് ചൂസ് ചെയ്തത്. സോ നമുക്ക് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക്സിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക്സ്? നമ്മുടെ പേരിൽ തന്നെയുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക്സ്. നമുക്ക് ഈ ഒരു വേർഡ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക്സ്, ഒന്ന് ഇലക്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി, ദെൻ ഇലക്ട്രിക് ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ലോസ്, ദെൻ അതിനെ പറ്റിയൊക്കെ പഠിക്കുന്നതാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്ന് പറയും. രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലെക്സ്, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, അങ്ങനെ മാഗ്നറ്റിക്സിനെ പറ്റി പഠിക്കുന്നതാണ് രണ്ടാമത്തെ പോർഷൻ. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ electromagnetics is a branch of physics or electrical engineering in which electric and magnetic phenomena are studied. ഇലക്ട്രിക് ആയിട്ടും മാഗ്നറ്റിക് ആയിട്ടുള്ള ഫിനോമിനൻസ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഇലക്ട്രോമാഗ്നറ്റിക്സ്. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് തിയറി ആയിക്കൊള്ളട്ടെ, പവർ സിസ്റ്റം ആയിക്കൊള്ളട്ടെ, മെഷീൻ ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഇലക്ട്രോമാഗ്നറ്റിക്സ്. അതാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇലക്ട്രോമാഗ്നറ്റിക്സ് നമുക്ക് 2 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സും, 2 മാഗ്നറ്റോസ്റ്റാറ്റിക്സും. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് കവർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ തന്നെ മറ്റൊരു വേർഷനാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ 2 ലോ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലും 2 ലോ പഠിക്കുന്നുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന ടെർമിനോളജിയുടെ സെയിം കോൺസെപ്റ്റ് തന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് സബ്ജക്ട്സും ഇന്റർ റിലേറ്റഡ് ആണ്. സോ നിങ്ങൾ ഫസ്റ്റ് പഠിക്കുന്ന ഒരു സബ്ജക്ട് തറോ ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ സബ്ജക്ട് പ്രോപ്പർ ആയിട്ട് തന്നെ കുറച്ച് ടൈം സേവ് ചെയ്ത് നമുക്ക് പഠിക്കാൻ സാധിക്കും. സോ ഇന്ന് നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണ്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്താണെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറയുണ്ടായി. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് സ്റ്റഡി ഓഫ് സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജസ് ഓർ ഫീൽഡ്.
നോക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഇവിടെ സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേഷനറി ആയിട്ടുള്ള എന്തൊരു വസ്തുവിനെയും നമ്മൾ പറയുന്നത് സ്റ്റാറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. സ്റ്റേഷനറി, അനങ്ങാതെ ഒരു മൂവ്മെന്റ് ഇല്ലാതെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ സ്റ്റേഷനറി അല്ലെങ്കിൽ സ്റ്റാറ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്, അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു സിസ്റ്റത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി പഠിക്കാനുള്ള ടോപ്പിക്കാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ഉണ്ട്. ഇതിൽ തന്നെ പല ലോസ് വരുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് വരുന്ന മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു 4 ഇക്വേഷൻസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നമ്മൾ അവസാനം ഇതിന്റെ എല്ലാം ഒരു കൺക്ലൂഷൻ ആയിട്ട് വന്ന് എത്തുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻ ആണ്. 4 ഇക്വേഷൻസ് ആണ്. ആ മാക്സ്വെൽസ് ഇക്വേഷൻ എവിടെ നിന്ന് വന്നു, എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ഇൻഫറൻസ് ആയിട്ട് നമ്മൾ പഠിച്ച് നിർത്തുന്നത് ഈ 2 സബ്ജക്റ്റിന്റെയും. ഓക്കെ, അത് വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണെന്ന് ഞാൻ പറയണ്ട. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ചാർജിനെ പറ്റിയുള്ള പഠനം. ആ ഒരു സ്റ്റേഷനറി ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആവട്ടെ, ഇലക്ട്രിക് ഫ്ലക്സ് ഇന്റൻസിറ്റി ആവട്ടെ, അത് മറ്റൊരു പോയിന്റിൽ മറ്റൊരു ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആവട്ടെ, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അത് പഠിക്കാൻ വേണ്ടി നമുക്ക് മെയിൻലി 2 ലോസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൂളംസ് ലോ. കൂളംസ് ലോ നമ്മൾ ഓൾറെഡി നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ +1 +2 ഫിസിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് കൂളംസ് ലോ, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് എന്തിനൊക്കെ ആയിട്ട് ആണ് തമ്മിൽ റിലേഷൻ വരുന്നതെന്നൊക്കെ നമ്മൾ കൂളംസ് ലോ പഠിച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഗോസസ് ലോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, ഗോസസ് ലോ. സോ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അറിഞ്ഞിരിക്കേണ്ട 2 ലോസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൂളംസ് ലോയും സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഗോസസ് ലോ. ഈ 2 ലോയുമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അടിസ്ഥാനപരമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട 2 ലോസ്. സോ നമുക്ക് ആദ്യം തന്നെ കുളംസ് ലോയിലേക്ക് നമുക്കൊന്ന് പോവാം. എന്താണ് കുളംസ് ലോ എന്ന് നോക്കാം, എന്തിനാണ് കുളംസ് ലോ എന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പൊ കുളംസ് ലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നോക്കാം. ആദ്യം കുളംസ് ലോ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റൽ ഫോർമുലേഷൻ ആണ്. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ചില ലോയൊക്കെ ജസ്റ്റ് ഒരു തിയറി മാത്രമേ ഉള്ളൂ. ചിലതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് പണ്ടത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്. സോ കുളംസ് ലോ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത് എന്നാണ് 1785 കാലഘട്ടം, 1050 വർഷം മുൻപ് ഫ്രഞ്ച് കേണലായിട്ടുള്ള ചാൾസ് ഓഗസ്റ്റിൻ ഡി കുളംബ് എന്ന് പറയുന്ന വ്യക്തി ഫോർമുലേറ്റ് ചെയ്ത ഒരു ലോയാണ് കുളംസ് ലോ എന്ന് പറയുന്നത്. അതെന്താണ് പറയുന്നത്? കുളംസ് ലോ നമ്മൾ പഠിച്ചെന്താ? 2 പോയിന്റ്സ് തമ്മിലുള്ള ഒരു ഫോഴ്സ് 2 പോയിന്റുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ലോ ആയിരുന്നു കുളംസ് ലോ. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന മുറയ്ക്ക് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് കുറച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു 2 പോയിന്റ് കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാര്യം. ഞാൻ പറയുന്ന 2 പോയിന്റ്സ് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, PSC എക്സാംസിന്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്താണ് ഒരു പോയിന്റ് ചാർജ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഒരു പോയിന്റ് ചാർജ്? പോയിന്റ് ചാർജ് എന്ന് പറയുന്നത്, സപ്പോസ് ഇവിടെ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ചാർജ് ഇരിക്കുന്ന ഒരു വലിയൊരു ഗ്രൗണ്ടിന് നടുക്ക് ഒരൊറ്റ ചാർജ് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു പോയിന്റിന്റെ ഡയമെൻഷൻ കമ്പയറിംഗ് ടു ദാറ്റ് ഗ്രൗണ്ട് എന്താണ്? വളരെ സ്മോൾ അല്ലേ? കമ്പയറിംഗ് ടു ദ സറൗണ്ടിങ് നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു ചാർജിനെ നമ്മൾ ചുറ്റുപാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ചാർജ് വളരെ ചെറുതാണെങ്കിൽ, വളരെ ചെറുതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ചാർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കുളം ലോ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുളംസ് ലോ യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഈ ഒരു പോയിന്റ് ചാർജ്, സപ്പോസ് ഇവിടെ മറ്റൊരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ ഇതിനെ 1 എന്ന് വിളിക്കുന്നു, ഇതിനെ ഞാൻ 2 എന്ന് വിളിക്കുന്നു. സോ ഈ 1 എന്ന് പറയുന്ന ചാർജും 2 എന്ന് പറയുന്ന ചാർജും തമ്മിലുള്ള force, that may be force of attraction or maybe force of repulsion. ആ ഒരു ഫോഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലോ ആണ് കൂളംസ് ലോ എന്ന് പറയുന്ന ലോ. ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ മറ്റൊരു പോയിന്റ് കൂടെ ആഡ് ചെയ്യുകയാണ്. 1 കുളംബ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കുളംബ്? ഒരു ചാർജിന്റെ യൂണിറ്റ് ആണ്
ചാർജിന്റെ യൂണിറ്റ് ആണ് കുളമ്പ് എന്ന് പറയുന്നത്. ഒരു കുളമ്പ് എത്രയാണ്? ഇത് PSC എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 1 കുളമ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 6 into 10 raised to 18 ഇലക്ട്രോൺസ്. യൂണിറ്റ് ശ്രദ്ധിക്കുക, ഇലക്ട്രോൺസ് ആണ് നിങ്ങളുടെ കുളമ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇക്വലന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. 1 കുളമ്പ് എന്ന് പറയുന്നത് 6 into 10 raised to 18 ഇലക്ട്രോൺസ് ആണ് 1 കൂളംബ് എന്ന് പറയുന്നത്. ഇത് PSC എക്സാംസിനുള്ളതാണ്. ഒരു മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു പോയിന്റ് ആണ്. സോ ഓർത്ത് വെക്കുക, 1 കൂളംബ് ഈസ് ഈക്വൽ ടു 6 into 10 raised to 18 ഇലക്ട്രോൺസ്. യൂണിറ്റും ശ്രദ്ധിക്കുക. യൂണിറ്റ് ഇപ്പോൾ ഓപ്ഷൻസിൽ ചിലപ്പോൾ യൂണിറ്റ് ഒക്കെ ആയിരിക്കും മാറ്റി മറിച്ച് ഇടുന്നത്. ഈ ഒരു വാല്യൂ 6 into 10 raised to 18 എന്നുള്ളത് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് യൂണിറ്റ്സ് ഇപ്പം ഇലക്ട്രോൺസ് എന്നുള്ള മാറ്റി വേറെ കുളംസ് എന്നോ ഫാരഡ്സ് എന്നോ ഹെൻറി എന്നൊക്കെ ആയിരിക്കും ഇടുക. സോ ഓർത്ത് വെക്കുക, 6 into 10 raised to 18 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനെ നമുക്ക് 1 കൂളംബ് എന്ന് വിളിക്കാൻ കഴിയും. 6 into 10 raised to 18 ഇലക്ട്രോൺസ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് വിളിക്കാൻ കഴിയും. എൻ്റെ കയ്യിൽ 1 കൂളംബ് ചാർജ് ഉണ്ട് എന്ന് എനിക്ക് വിളിക്കാൻ കഴിയും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമുക്കിനി ആ ഒരു കുളം ലോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് കുളംബ് ലോ? കുളംബ് ലോ എന്ന് പറയുന്നത് പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോയാണ് കൂളംബ്സ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോ ഈ ഒരു സ്പേസ് ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സ്പേസ് ഇരിക്കുകയാണ്. ഓക്കെ, അവിടെ ഞാൻ ഈ ഒരു പോയിന്റിൽ ഒറിജിനിൽ നിന്ന് R1 എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ Q1 എന്ന് പറയുന്ന ഫസ്റ്റ് ചാർജിനെ കൊണ്ട് വെച്ചു. ദെൻ ഒറിജിനിൽ നിന്ന് R2 എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ സെക്കൻഡ് ചാർജിനെ കൊണ്ട് വെച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് റിപ്പൽഷൻ ഉണ്ടാവുമല്ലോ. അത് മേ ബി X1 ഇങ്ങോട്ട് ചെലുത്തുന്നതാകാം, അല്ലെങ്കിൽ X2 ഇങ്ങോട്ട് ചെലുത്തുന്നത്, ഈ ഒരു X1ലേക്ക് ചെലുത്തുന്നതാകാം. അത് അട്രാക്റ്റീവ് ടൈപ്പോ റിപ്പൾസീവ് ടൈപ്പോ ഇങ്ങനെ വേണേലും ആകാം. അത് എന്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അത് നമ്മുടെ ഈ ചാർജിന്റെ, അതായത് ഈ പോയിന്റ് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ സപ്പോസ് ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ സപ്പോസ് പോസിറ്റീവും ഇവിടെ Q2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് വിൽ ബി ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ചാർജ് വിച്ച് എന്താണ് പോയിന്റ് ചാർജ് ഹോൾഡിംഗ്. അപ്പോൾ പോയിന്റ് ചാർജ് ഹോൾഡ് ചെയ്യുന്ന ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അട്രാക്റ്റീവ് ഫോഴ്സ് ആണോ റിപ്പൾസീവ് ഫോഴ്സ് ആണോ എന്നുള്ള കാര്യങ്ങൾ. നമുക്ക് ഇതിന്റെ തിയറിയിലേക്ക് കിടക്കാം. നമുക്ക് എന്താണ് കുളംബ്സ് ലോ എന്നുള്ളത് ഇനി നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എനിക്കൊരു സ്പേസ് ഉണ്ട്, അവിടെ Q1 Q2 എന്ന് പറയുന്ന ഒരു 2 ചാർജുകൾ R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിലനിൽക്കുകയാണ്. Q1 and Q2 എന്ന് പറയുന്ന 2 ചാർജുകൾ R എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് പറയാൻ കഴിയും, കുളംബ്സ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ഫോഴ്സ് ബിറ്റ്വീൻ, ഫോഴ്സ് ഇവിടെ നോക്കുക, ഫോഴ്സ് എഫ് ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത്. So force F between 2 point charges Q1 and Q2 is along the line joining them. എങ്ങനെയാണ്? തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൽ കൂടി ആയിരിക്കും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് Q1 and Q2 ഓഫ് ദ ചാർജസ്. അതായത് ഈ 2 ചാർജിന്റെയും എന്താണ് പ്രൊഡക്റ്റിന് എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ ഈ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ 2 പോയിന്റ്സ് ആണ് ഉള്ളത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഒന്ന് പ്രൊഡക്റ്റ് ഓഫ് Q1 and Q2, പ്രൊഡക്റ്റ് ഓഫ് Q1 and Q2 ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓപ്ഷൻ ചോദിക്കാം, Q1 and Q2 എന്നതിന്റെ പ്രൊഡക്റ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ, തമ്മിൽ പ്രൊപ്പോർഷണാലിറ്റി ഒന്നും ഇല്ലേ, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ചോദിക്കാം. സോ നിങ്ങൾ ഓർത്ത് വെക്കുക, Q1ന്റെയും Q2വിന്റെയും പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത് മാത്രമല്ല ഒരു ഫാക്ടർ കൂടി ഉണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് ഇവിടെ നോക്കുക, Q1ഉം Q2ന്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന R ആണ്. സോ R സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എങ്ങനെയാണ് പ്രൊപ്പോർഷണാലിറ്റി എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്തുമായിട്ടാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? 2 ചാർജിന്റെയും പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ആ 2 ചാർജുകളും തമ്മിലുള്ള അകലങ്ങളുടെ സ്ക്വയർ, 2 ചാർജുകളുടെയും അകലങ്ങളുടെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും.
ഈ രണ്ട് ചാർജുകളും തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നമുക്ക് മെയിൻലി 3 കാര്യങ്ങളാണ് കുളംസ് ലോ ഓർത്ത് വെക്കാനുള്ളത്. സോ കുളംസ് ലോ പറയുന്നത് എന്താണ്? രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എലോങ് ദ ലൈൻ ജോയിനിങ് ദം, തമ്മിൽ യോജിപ്പിക്കുന്ന ലൈനിൽ കൂടിയായിരിക്കും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് Q1 ആൻഡ് Q2. ആൻഡ് തേർഡ് വൺ ഈസ് ലൈക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് 3 പോയിന്റ്സ്. ഇതാണ് കുളംസ് ലോ പറഞ്ഞത്. രണ്ട് ചാർജുകൾ ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അത് തമ്മിൽ യോജിപ്പിക്കുന്ന ലൈനിൽ കൂടെ ആയിരിക്കും. പിന്നെ രണ്ട് ചാർജുകളുടെയും പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. 3, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എങ്ങനെയാണ് റിലേഷൻ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഇതാണ് കുളംസ് ലോ പറഞ്ഞ കാര്യം. അപ്പൊ ഈ ഒരു തിയറിയിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? F ഇസ് ഈക്വൽ ടു കെ. കെ എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് കെ എന്ന് പറയുന്നത്. സോ is proportional to Q1 and Q2, product of Q1 and Q2, നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആയി. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആയി. സോ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജ് ഇസ് ഈക്വൽ ടു കെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് Q1, product of Q1 and Q2 ഡിവൈഡ് ബൈ എന്താണ്? സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദോസ് ചാർജസ്. സോ ഇതാണ് കുളംസ് ലോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചിന്തിക്കുന്നത് എന്താണ് കെ, എന്താകാം കെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ കെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ ഈ ഒരു ലോയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സാധനം ഇട്ടാലേ അതിനൊരു റെലവൻസ് ഉണ്ടാവുള്ളൂ. സോ ഞാൻ കെ എന്ന് പറയുന്നതിന് ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാണ്. കെ ഈസ് ഈക്വൽ ടു 1/4πε0. 1/4πε0. ഇതാണ് കെ എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി. അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ കോൺസെപ്റ്റ് നമുക്ക് വരുന്നത്. എന്താണ് എപ്സിലോൺ നോട്ട്? എന്താണ് എപ്സിലോൺ നോട്ട് എന്നൊരു ചോദ്യം അവിടെ വരും. അതാണ് നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് പെർമിറ്റിവിറ്റി. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് പെർമിറ്റിവിറ്റി. എന്താണ് പെർമിറ്റിവിറ്റി? പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു വസ്തു നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തുവിന് എത്രത്തോളം ഒരു ഇലക്ട്രിക് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു വസ്തു ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തുവിന് എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി ഹോൾഡ് ചെയ്യാൻ പറ്റും എന്ന് ഡിനോട്ട് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പൊ ഒരു കണ്ടക്ടിങ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണെങ്കിൽ കുറച്ച് ഗുഡ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് തീരെ കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽ ആണെങ്കിൽ അതിന് ഒരിക്കലും ഒരു ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതനുസരിച്ച് ഓരോ സബ്സ്റ്റൻസിനും ഈ ഒരു സബ്സ്റ്റൻസിനെ ഞാൻ എ എന്നും രണ്ടാമത്തെ സബ്സ്റ്റൻസിനെ ഞാൻ ബി എന്നും വിളിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് പെർമിറ്റിവിറ്റി കാണും, ഇല്ലേ? അപ്പൊ രണ്ടാമത്തെ സബ്സ്റ്റൻസിനും ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് പെർമിറ്റിവിറ്റി കാണും, അല്ലെ? സോ ഓരോ സബ്സ്റ്റൻസിനും ഇതുപോലെ പെർമിറ്റിവിറ്റി വേരി ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് വിൽ ബി ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് സിസ്റ്റം. ഓക്കെ, സോ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസിന് എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന ഒരു ടേം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് ഒരു ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി ആണ്. സോ കെ നമ്മളിവിടെ കൊളംസ് ലോയിൽ യൂസ് ചെയ്ത കെ എന്ന് പറയുന്നത് 1/4πε0 ആണ്. എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. പെർമിറ്റിവിറ്റി എന്താണ്? പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക്കൽ എനർജീനെ വിളിക്കുന്ന പേരാണ് നമ്മൾ, ആ ഒരു ശേഷിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി പെർമിറ്റിവിറ്റി, ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിയുടെ വാല്യൂസ് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ഇതും പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. ഫ്രീ സ്പേസ് എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക ഈ ഒരു പോയിന്റ്.
എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് 8 ഇൻറ്റു 854 ഇൻറ്റു 10⁻⁻12 8 ഇൻറ്റു 854 ഇൻറ്റു 8.854 ഇൻറ്റു 10⁻⁻12 8.854 ഇൻറ്റു 10⁻⁻12 ആണ് എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ. അതിൻ്റെ ഒപ്പം തന്നെ ഇൻ ടേംസ് ഓഫ് പൈ നമ്മൾ എഴുതുകയാണെങ്കിൽ 10⁻⁹ ഡിവൈഡ് ബൈ 36 പൈ ഇൻ ടേംസ് ഓഫ് പൈ ആണ്. ഇൻ ടേംസ് ഓഫ് പൈ നമ്മൾ എഴുതുകയാണെങ്കിൽ 10⁻⁹ ബൈ 36 പൈ ആണ് ഇതിന്റെ വാല്യൂ. സോ എപ്സിലോൺ നോട്ടിനെ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് വാല്യൂ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 8.854 ഇൻറ്റു 10⁻⁻12 രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁻9 ബൈ 36 പൈ ആണ്. ദെൻ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പെർമിറ്റിവിറ്റി, അതായത് ഫ്രീ സ്പേസ് എന്ന് പറയുന്ന എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി ആണ്. പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡ്സ് പെർ മീറ്റർ, F/m ഫാരഡ്സ് പെർ മീറ്റർ ആണ് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, F/m ആണ് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്, ഓർത്ത് വെക്കുക. സോ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ നമ്മുടെ കെയുടെ ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ് 9 ഇൻറ്റു 10⁻⁹ മീറ്റർ പെർ ഫാരഡ്. ശ്രദ്ധിക്കുക, കെയുടെ വാല്യൂ. സോ കെയുടെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ 9 ഇൻറ്റു 10⁻⁹ 9 ഇൻറ്റു 10⁻⁹ മീറ്റർ പെർ ഫാരഡ് ആണ് കെ എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്താണ് പെർമിറ്റിവിറ്റി. ഒരു ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ, പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ്, ദെൻ കെ എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന്റെ വാല്യൂവും യൂണിറ്റും. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർമിറ്റിവിറ്റി എന്താണ്, അതിന്റെ യൂണിറ്റ് എന്താണ്, അതിന്റെ വാല്യൂ എന്താണ് എന്നുള്ള കാര്യങ്ങൾ. സോ ഇത്രയാണ് ഈ ഒരു എഫ് എന്ന് പറയുന്ന ടേമിൽ പറയാനുള്ളത്. ഇതിന്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളോട് നമുക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ, പക്ഷെ ഞാൻ ഇവിടെ പറയുകയാണ് എനിക്ക് Q1 നിന്ന് Q2ലേക്കാണ്, Q1 Q2ലോട്ടാണ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ വിളിക്കുകയാണ് R12 എന്ന് ഞാൻ വിളിക്കുകയാണ്. തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ വിളിക്കുകയാണ് R12 എന്ന് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ വിളിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ് F12 എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ്. എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആണ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 1 2 ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1ൽ നിന്ന് 2ലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. നേരത്തെ വെച്ച് F21 എന്നായിരുന്നെങ്കിൽ എന്തായിരുന്നേ, F21 എന്നായിരുന്നെങ്കിൽ 2ൽ നിന്ന് 1ലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് F12 ആണ്. F12 എന്ന് പറയുന്നത് 1ൽ നിന്ന് 2ലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് is equal to K proportionality constant. അതിന്റെ വാല്യൂ എന്താണ്, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 9 ഇൻറ്റു 10⁻⁹ ആണ് ഇൻറ്റു Q1 Q2 ബൈ R² ഇൻറ്റു, അവിടെയാണ് നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റ് വരുന്നത്, AR12. AR12 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എ എന്ന് പറയുന്നതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, യൂണിറ്റ് വെക്ടർ ബേസിക്കലി നമുക്ക് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബേസിക്കലി നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ഇപ്പോൾ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടാണ് അത് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ 2 ഫ്ലെക്സ് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം ക്ലോക്ക് വൈസും ഒരെണ്ണം ആന്റി ക്ലോക്ക് വൈസ് ഒക്കെ ആകാം. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഒരു വെക്ടർ പോകുന്നത് എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബേസിക്കലി യൂണിറ്റ് വെക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ AR12 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ യൂണിറ്റ് വെക്ടർ ഇസ് ഈക്വൽ ടു, എനിക്കൊരു ഇക്വേഷൻ ഉണ്ട്, യൂണിറ്റ് വെക്ടർ ഇസ് ഈക്വൽ ടു R12. R12 എന്ന് പറയുന്നത് എന്താണ്, ഇത് ഈ ഒരു നമ്മുടെ ഡിസ്റ്റൻസ് R12 ഡിവൈഡഡ് ബൈ ആ ഒരു R-ന്റെ R12ന്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ വാല്യൂ. ദാറ്റ് മേ ബി പോസിറ്റീവ്. ശരിക്കും ഈ R എന്ന് പറയുന്നത് ദാറ്റ് മേ ബി എന്തൊരു വാല്യൂ ആവാം, പക്ഷെ നമ്മൾ ഇവിടെ ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ആ വാല്യൂ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് മോഡുലസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ യൂണിറ്റ് വെക്ടർ ഇസ് ഈക്വൽ ടു R12 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് R. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, F12 ഇസ് ഈക്വൽ ടു K Q1 Q2 ബൈ R² ഉണ്ട് ഇവിടെ, R² ഇൻറ്റു R12 ഡിവൈഡ് ബൈ R.
അപ്പോൾ എനിക്ക് ഓൾറെഡി ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ മറ്റൊരു ആറും ഉണ്ട്, അതും കൂടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്കിവിടെ ആർ ക്യൂബ് കിട്ടില്ലേ. അങ്ങനെയാണ് ഡിനോമിനേറ്റർ ആർ ക്യൂബ് വന്നത്. സോ ടോട്ടൽ ഇക്വേഷൻ എന്ന് പറയുന്നത് F12 is equal to K Q1 Q2 into R12 divided by R cube. സോ നമ്മുടെ ഒരു ഇക്വേഷൻ ഇങ്ങനെ യൂണിറ്റ് വെക്ടറിന്റെ ടൈമിൽ ഡിനോട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് F12 equal to K into Q1 Q2 by R cube into R12 എന്ന് പറയുന്നത്. ദെൻ ഇൻ ടേംസ് ഓഫ് പൊസിഷൻ വെക്ടർ എനിക്കിവിടെ R1 എന്ന് നമ്മൾ തുടക്കത്തിൽ പറയുന്നുണ്ടായി, R1ലാണ് Q1 ഇരിക്കുന്നത്, R2ലാണ് Q2 ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ഇൻ ടേംസ് ഓഫ് പൊസിഷൻ വെക്ടർ പറയുകയാണെങ്കിൽ എനിക്ക് R12നെ എനിക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, R2 minus R1, R2 minus R1 എന്നെനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എന്തിനെ? R12നെ. അപ്പൊ ആ ഒരു ടേമിനെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എഴുതാൻ പറ്റും K Q1 Q2 into R2 minus R1. അതുപോലെ തന്നെ ഡിനോമിനേറ്ററും ഞാൻ റീപ്ലേസ് ചെയ്യുകയാണ്. സോ R2 minus R1 ഹോൾ ക്യൂബ്. സോ ഇതാണ് ഇൻ ടേംസ് ഓഫ് പൊസിഷൻ വെക്ടറിൽ ഞാൻ കൊളംസിൽ റെപ്രസെന്റ് ചെയ്യുന്നു, ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് വെക്ടർ ഞാൻ കൊളംസിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഇതാണ് ഡിഫറെന്റ് ഫോംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പല തരത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ ഞാൻ കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ചോദ്യം. ഇപ്പൊ ഞാനിവിടെ ഒരു പോയിന്റ് 2 പോയിന്റ് മാത്രമാണുള്ളത്. നേരെ മറിച്ച് ഞാൻ ഇവിടെ മറ്റൊരു പോയിന്റ്, മറ്റൊരു ചാർജ് കൂടെ കൊണ്ടുവച്ചു. ഇവിടെ ഒരു പോയിന്റ് ചാർജ് കൊണ്ടുവച്ചു, ഇവിടെ പോയിന്റ് ചാർജ് കൊണ്ടുവച്ചു, ഇവിടെ പോയിന്റ് ചാർജ് കൊണ്ടുവച്ചു. ഓക്കെ, അപ്പൊ ഈ എല്ലാ ചാർജസും കാരണം ഈ ഒരു Q1 ഒരു ഫോഴ്സ് കാണത്തില്ലേ. ഇപ്പൊ Q2ലേക്ക് ഒരു ഫോഴ്സ് കാണുന്നു, ഈ ഒരു പോയിന്റിലേക്ക് ഒരു ചാർജ് ഒരു ഫോഴ്സ് കാണുന്നു, ഇവൻ കാരണം കാണും, ഇവൻ കാരണം കാണും, ഇവൻ കാരണവും Q1 ഒരു ഫോഴ്സ് കാണും അല്ലെ. അപ്പൊ ഒന്നിൽ കൂടുതൽ ചാർജസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ചാർജുകളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഫോഴ്സ് കാണും. അപ്പൊ ഈ Q1 എന്ന് പറയുന്ന ചാർജിലേക്ക് ഈ മറ്റ് ചാർജുകൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ഇവൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് ഇവൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇവൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ദെൻ ഇവൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് ഇവൻ പ്ലസ് ഇവൻ. അപ്പൊ എല്ലാ ഫോഴ്സും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് ഈ ബാക്കി ചാർജുകൾ Q1 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കിട്ടുമല്ലോ ഇല്ലേ. അതിനെയാണ് നമ്മൾ പൊതുവെ നമ്മൾ നെറ്റ്വർക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പല സോഴ്സസ് ഉണ്ടെങ്കിൽ എല്ലാം കൂടെ കൂട്ടം ഇൻഡിവിജ്വൽ ആയിട്ട് എക്സേർട്ട് ചെയ്യുന്ന റെസ്പോൺസ് കണ്ടെത്തിയിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ റെസ്പോൺസ് കിട്ടുന്നതാണ് സൂപ്പർ പൊസിഷൻ തിയറം പറയുന്നത് അല്ലെ. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ തിയറം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഒന്നിൽ കൂടുതൽ പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഫോഴ്സ് കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് എന്താണ് എപ്സിലോൺ ഇട്ടങ്ങ് ഓരോ പോയിന്റിന്റെ ഫോഴ്സ് കണ്ടെത്തിയിട്ട് ആഡ് ചെയ്യുക, അത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ ഉള്ളത് Q എന്ന് പറയുന്ന ഈ ക്യൂവിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് അവനെ ഞാൻ ഇവിടെ വെച്ചു. ദെൻ എപ്സിലോൺ QK ഓഫ് R1 minus RK by R1 minus RK മോഡുലസ് ഓഫ് R1 minus RK ഹോൾ ക്യൂബ്. സോ ഈ ഒരു ഇക്വേഷൻ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ബാക്കി ചാർജുകൾ എല്ലാം Q എന്ന് പറയുന്ന, സപ്പോസ് ഇത് Q1 എന്ന് ഞാൻ എടുക്കുകയാണ്, Q1ൽ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ ചാർജ് എനിക്ക് കിട്ടും. അപ്പൊ ഓരോന്നും എക്സേർട്ട് ചെയ്യുന്ന ചാർജുകൾ കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് Q1ലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ചാർജുകൾ എനിക്ക് കിട്ടും. സോ ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം, ഏത് പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ ഏത് പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് ടോട്ടൽ ഫോഴ്സ് കണ്ടെത്താൻ പറ്റും. ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. അത് വെച്ച് നമുക്ക് ടോട്ടൽ ഫോഴ്സ് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് കുളംസ് ലോയിൽ വരുന്നത്. എന്താണ് കുളംസ് ലോ, എന്തൊക്കെയാണ് കുളംസ് ലോയുടെ ഫാക്ടേഴ്സ്? ഒന്ന് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് Q1 and Q2, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജസ്. അതാണ് രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഇക്വേഷൻസ്, പെർമിറ്റിവിറ്റി എന്താണ്, പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ്, പെർമിറ്റിവിറ്റിയുടെ വാല്യൂ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഒന്നിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് കണ്ടെത്താം, ഇതാണ് അതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആയിട്ട് വരുന്ന ഒരു ഫീൽഡാണ് അല്ലെ. ഒരു ചാർജ്, ഇവിടെ പോയിന്റ് ചാർജ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും വരുന്ന ഒരു ഫീൽഡിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ആ ഒരു ചാർജിനെയാണ് നമ്മൾ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം പോസിറ്റീവ് ആണെങ്കിൽ ഒരു തരത്തിലായിരിക്കും അത് അതിന്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു തരത്തിലായിരിക്കും. സപ്പോസ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന്റെ ചാർജ് മറ്റൊരു തരത്തിലായിരിക്കും. സോ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഒരു തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ ഫിസിക്കൽ ഫീൽഡ്.
Electric is a physical field that surrounds electrically charged particle. Electrically charged particle ചുറ്റുമുള്ള ഒരു physical field ആണ് and exert force on all other charged particle in field either attractive or repelling them. അതായത് ഒരു ഫിഗറിൽ നിന്ന് ക്ലിയർ ആവും. ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതിന്റെ വെളിയിലേക്കായിരിക്കും അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. അത് ഇവിടെ മറ്റൊരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിനെ അത് അട്രാക്ട് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ചെയ്യും. ഇവിടെ നോക്കുക, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അത് ഫ്ലെക്സ് എല്ലാം അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എല്ലാം അകത്തേക്കായിരിക്കും. പോസിറ്റീവിന് പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ നെഗറ്റീവിന് അകത്തേക്കായിരിക്കും അതിന്റെ ഫീൽഡ് എല്ലാം പോകുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ രണ്ട് ചാർജസ് ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവും അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഇവൻ വെളിയിലേക്ക് പോകുന്നു, ആ വെളിയിലേക്ക് വരുന്നതിന് ഇവൻ അകത്തേക്ക് എടുക്കുകയാണ്. സോ സ്വാഭാവികമായിട്ടും അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്ട്സ് ആയിരിക്കും. നേരെ മറിച്ച് ഇവിടെ എനിക്കൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക, അവനും വെളിയിലോട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഇവനും വെളിയിലേക്ക് പോകുന്നു, ഇവനും വെളിയിലേക്ക് പോകുന്നു, സ്വാഭാവികമായിട്ടും അവിടെ റിപ്പൽഷൻ ഉണ്ടാവും. സോ ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് പറയാൻ കഴിയും. സോ ലൈക്ക് ചാർജസ് എന്താണ്, റിപ്പൽസ്, ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഫീൽഡ് ആണ്, ഒരു ചാർജ് പാർട്ടിക്ക് ചുറ്റുമുള്ള. നെക്സ്റ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഒരൊറ്റ വേർഡ് നിന്നുകൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. എനിക്കിവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുകയാണ്, ഇ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഇവിടെ ഇരിക്കുകയാണ്. ഈ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഞാൻ ഒരു പോയിന്റ് ചാർജിനെ ഇവിടെ കൊണ്ട് വെച്ചു, ഇവിടെ പോയിന്റ് ചാർജ് കൊണ്ട് വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു പോയിന്റ് ചാർജ് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമല്ലോ. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോയിന്റ് ചാർജ് വെക്കുകയാണെങ്കിൽ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് എത്രമാത്രം ഫോഴ്സ് ആ ഒരു ചാർജിൽ എക്സേർട്ട് ചെയ്യും എന്ന് ഡിനോട്ട് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ പറയാൻ കഴിയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ. നോട്ട് ചെയ്യുക, അതിന്റെ ടെർമിനോളജി ശ്രദ്ധിക്കുക. ഇ ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. E is the force per unit charge when placed in an electric field. ഒരു ഇലക്ട്രിക് ഫീൽഡ് ചാർജ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് ഇക്വേഷൻ പറയാൻ പറ്റും. E is equal to F/Q, ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E is equal to F/Q, ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്റെ യൂണിറ്റും കണ്ടെത്താൻ പറ്റുമല്ലോ. എന്തായിരിക്കും യൂണിറ്റ്? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ക്യൂവിന്റെ യൂണിറ്റ് എന്താണ്? കുളം. ന്യൂട്ടൺ പെർ കുളം എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തിന്റെയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ്. അതുപോലെ തന്നെ മറ്റൊരു യൂണിറ്റും കൂടിയുണ്ട്, വോൾട്ട് പെർ മീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റും കൂടിയുണ്ട്. സോ രണ്ട് യൂണിറ്റ് നമുക്ക് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പറയാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ കൂളം എന്നും രണ്ടാമത്തെ വോൾട്ട് പെർ മീറ്റർ എന്നും. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോയിന്റ് ചാർജ് കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് എത്രമാത്രം ഫോഴ്സ് ആ പോയിന്റ് ചാർജിൽ എക്സേർട്ട് ചെയ്യും എന്ന് ഡിനോട്ട് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. സോ ഫോഴ്സ് പെർ ചാർജ് ആണ്, അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ കുളമ്പാണ്, അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ ആണ്. സോ ഇത്രയാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു കേസിൽ പറയാനുള്ളത്. ഇതിനൊപ്പം തന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട്. ഈ നമുക്ക് മറ്റൊരു കേസിൽ കൂടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എഫ് നമുക്ക് ഓൾറെഡി നമ്മൾ എഫ് കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കൂളംസ് ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് നമുക്ക് എഫ് കണ്ടെത്താലോ. ആ എഫ് ആണ് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ കൂളംസ് ലോയിൽ നിന്നും ഞാൻ കണ്ടുപിടിച്ച ഫോഴ്സ് എനിക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ Q/4πε0r² ആണ് നമ്മുടെ തിയറിയിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഞാനിവിടെ Q1 എന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അവിടെ Q1 Q2 എന്നായിരുന്നു എടുത്തതെങ്കിൽ ഞാനിവിടെ Q1 എന്ന് അനാലിസിസിന്റെ ഈസിനെസ്സിന് വേണ്ടി എടുക്കുകയാണ്. ഒരു ചാർജ് Q ഇവിടെ ഇരിക്കുന്നു, ഇവിടെ Q1 ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. സോ Q/4πε0r², ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്? Q ഡിവൈഡ് ബൈ Q. സോ ഈ Qവും ഈ Qയും ക്യാൻസൽ ആയിപ്പോകും. സോ ഫൈനൽ E ഈസ് ഈക്വൽ ടു എന്ത് നമുക്ക് പറയാൻ കഴിയും? Q1/4πε0r². സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻ ടേംസ് ഓഫ് Q1 അല്ലെങ്കിൽ ε0 പെർമിറ്റിവിറ്റിയുടെ ഒക്കെ ടേമിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ കഴിയും. എവിടെ നിന്ന് എഴുതാൻ പറ്റും? കുളംസ് ലോ യൂസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ഈസ് ഈക്വൽ ടു Q1/4πε0r². ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മറ്റൊരു ഫോം. രണ്ട് ഫോം ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു F/Q. എഫിന് നമ്മൾ കുളംസ് ലോയിൽ നിന്ന് ഒരു റിപ്രസെന്റേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് Q1/4πε0r² എന്ന് പറയുന്ന ടേം. ഇത്രയാണ് നമുക്ക്
ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിന്ന് പറയാനുള്ളത്. പിന്നെ ഒരു 5 ചോദ്യങ്ങളോട് നമുക്ക് നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. എന്താണ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? ഇപ്പം നോക്കിയതാണ്. ജൂൾസ് പെർ കുളമ്പ് ആണോ? അല്ല. ന്യൂട്ടൺ പെർ കുളമ്പ് ആണോ? ആവാം. ന്യൂട്ടൺ പെർ കുളമ്പ് ആണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ ചാർജ്. ഫോഴ്സ് പെർ ചാർജ് ആണ്. ഫോഴ്സ് പെർ ചാർജ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ കുളമ്പ് ആണ്. ദെൻ വോൾട്ട് പെർ മീറ്ററും ആകാം. സോ ബോത്ത് എ ആൻഡ് സി ഇതിന്റെ ആൻസർ വരും. സോ പ്രോപ്പർ ആയിട്ട് യൂണിറ്റ്സുകളെല്ലാം പഠിക്കുക. എത്രയൊക്കെ യൂണിറ്റ് ഉണ്ടോ അതൊക്കെ മാക്സിമം ബൈഹാർട്ട് ആക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുളംബ്സ് ലോ ഫോർ ദ ഫോഴ്സ് ബിറ്റ്വീൻ ഇലക്ട്രിക് ചാർജ് മോസ്റ്റ് ക്ലോസ്ലി റിസംബിൾസ് വിത്ത്. കുളംബ്സ് ലോ ഫോർ ദ ഫോഴ്സ് ബിറ്റ്വീൻ ഇലക്ട്രിക് ചാർജ് മോസ്റ്റ് ക്ലോസ്ലി റിസംബിൾസ് വിത്ത് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. ഒരിക്കലും നമുക്ക് മോഷൻ വരുന്നില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വരുന്നില്ല. ഗോസസ് തിയറം അത് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല. നെക്സ്റ്റ് ഉള്ളത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒക്കെയാണല്ലോ വരുന്നത്. അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ ഒക്കെയാണല്ലോ ഗ്രാവിറ്റേഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും കുളംബ്സ് ലോ എന്ന് പറയുന്നത് റിസംബിൾസ് വിത്ത് എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. സോ അതാണ് എൻ്റെ ആൻസർ വരുന്നത്. Third question, absolute permittivity of a vacuum is taken as. Absolute permittivity of a vacuum, free space, can be taken as എന്താണ്? 8.854 into 10⁻16 farad per meter ആണോ? 10⁻16 ആയിരുന്നോ? അല്ല. 8.854 into 10⁻12 farad per meter ആണോ? ആവാം. 10⁻8.4 into 8.854 into 10⁻9 അല്ല. സോ നമ്മുടെ ആൻസർ 8.854 into 10⁻12 farad per meter ആണ് നമ്മുടെ പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് ശ്രദ്ധിക്കുക, ഫാരഡ്സ് പെർ മീറ്റർ. 8.854 into 10⁻12. ഒരു വാല്യൂ കൂടി ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു? 10⁻9/36 pi. അതും കൂടി ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, സ്പേസ് സറൗണ്ടിങ് എ ചാർജ് വിത്തിൻ വിച്ച് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇറ്റ്സ് ചാർജ് എക്സ്റ്റെൻസ് ഈസ് നോൺ ആസ്. എന്താണ് ആൻസർ? ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടായി. ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഫ്ലക്സ് കാണും, നെഗറ്റീവ് ആണെങ്കിൽ സർട്ടൺ എമൗണ്ട് ഓഫ് ഫ്ലക്സ് കാണും എന്നൊക്കെ പഠിക്കേണ്ടായി. ഒരു ചാർജിന് ചുറ്റുമുള്ള ആ റീജിയനെ, ആ ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്ന റീജിയനെ പറയുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 1 coulomb is equal to എത്രയാണ്? 1 coulomb. അത് നമ്മൾ പഠിച്ചതാണ്. 1 coulomb 6 into 10⁻12 ആയിരുന്നു? അല്ല. 10⁻10 അല്ല, 10⁻15 അല്ല, 10⁻18. 10⁻18 ഇലക്ട്രോൺ ആണ് 1 coulomb എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പോർഷനിലെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതിന്റെ പുറകെ ഗോസസ് ലോ വരുന്നുണ്ട്, അതിന്റെ ഡെറിവേഷൻസും അതിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം വരുന്നുണ്ട്, ദെൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് വരുന്നുണ്ട്. സോ ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാൻ കഴിയുന്ന ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയാൻ കഴിയുന്നത്. സോ കേരള PSCയുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ AP അസിസ്റ്റന്റ് പ്രൊഫസറിന് വേണ്ടിയുള്ള കോച്ചിങ് ക്ലാസ് ഏണസ്റ്റ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിനോട് ഫോളോ ചെയ്ത് വരുന്ന നമ്പറിൽ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ബേസിക്കലി PSC പ്രിസ്ക്രൈബ് ചെയ്യുന്ന സിലബസ്, എൻറ്റയർ സിലബസ് ഫോളോ ചെയ്യുകയും അതിനു വേണ്ടിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷനും മോക്ക് ടെസ്റ്റുകളും ടെസ്റ്റ് സീരീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഏണസ്റ്റ് അക്കാഡമിയുടെ ഫോളോ ചെയ്ത് വരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാ സബ്ജക്റ്റും ഇപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സ്, പവർ സിസ്റ്റം, മെഷീൻസ് ഓൾമോസ്റ്റ് 10-12 സബ്ജക്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റും ഫോളോ ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് സീരീസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, PSCക്ക് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫോളോ ചെയ്താൽ തന്നെ ഒരുപാട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ, സ്റ്റുഡൻസ് ഒക്കെ ഏണസ്റ്റ് അക്കാഡമി ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ക്ലാസ് നെക്സ്റ്റ് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.